വലിയവനായ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. पिता पुत्र पवित्र आत्मा को महिमा हो। आज का दिन भी परमेश्वर यीशु के जरिए परमेश्वर का आराधना देने के लिए हमें इकट्ठा किया, इसके लिए धन्यवाद करता हूँ। परमेश्वर का सन्निधि में बैठने के लिए, उनका पवित्र चरणों में अपने आप को बिठाने के लिए परमेश्वर हमें योग्यता दिया, इसके लिए धन्यवाद प्रभु। गया दिन हमने कल चिंता किया, शिशुओं के समान, शिशु के जैसा बनने के लिए हम परसों का दिन परमेश्वर हमें वचन दिया। कल हमने सुना शिशुओं के समान कैसा हम दिन बनते हैं करके चिंता कर रहा था। हमें शिशुओं के समान बनने के बाद हम किसके जैसा हमें दिन बनने का है करके हम चिंता कर रहा था। हमें यीशु का स्वभाव, यीशु का भाव हमारे अंदर आने के लिए परमेश्वर ने सिखाया. യേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ കൂടി നമ്മൾ ചിന്തിച്ചു. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, ദൈവത്തിന് താഴ്മ ധരിച്ച 3 അവസ്ഥകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഒന്ന്, മനുഷ്യനായിട്ട് അവതരിച്ചു. സർവശക്തിമാനായ ദൈവം, സകലത്തിൻ്റെയും ഉടയവനായ ദൈവം, സ്വർഗവും ഭൂമിയും പാതാളവും അതിൻ്റെ താക്കോൽ കയ്യിലിരിക്കുന്നവനായ ദൈവം താൻ ഇറങ്ങി വന്ന് ശൂന്യരായ നാം മനുഷ്യർക്ക് വേണ്ടി ശൂന്യനായി ഭൂമിയിൽ കടന്നു വന്നു എന്ന് നമ്മൾ പഠിച്ചു. നമ്മുടെ ശൂന്യത മാറ്റുവാൻ വേണ്ടി ഒന്നാമതായിട്ട് മനുഷ്യനായിട്ട് അവതരിച്ചു. രണ്ടാമതായിട്ട് യേശു ക്രിസ്തു ഒരു സെർവന്റിനെ പോലെ, അല്ലെങ്കിൽ ഒരു വേലക്കാരനെ പോലെ ഈ ലോകത്തിൽ മനുഷ്യരെ സേവിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം ഒരു വേലക്കാരനെ പോലെ, നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശാരോഹണം അടുത്ത് വന്നപ്പോൾ ശിഷ്യന്മാരെ എല്ലാം കൂടെ വിളിച്ചു വെച്ച് 12 ശിഷ്യന്മാരുടെയും കാൽ കഴുകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കർത്താവ് തൻ്റെ താഴ്മ, നാം എത്രത്തോളം താഴണം എന്ന് ദൈവം യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. താഴ്മ എന്നെ നോക്കി പഠിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞു. യേശുവിനെ നോക്കി താഴ്മ പഠിക്കണം. നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കിയല്ല താഴ്മ പഠിക്കേണ്ടത്. കുഞ്ഞുങ്ങളെ പോലെ നമ്മളായിട്ട് യേശുവിനെ നോക്കി താഴ്മ പഠിക്കാൻ ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകിക്കൊണ്ട് നിങ്ങളും ഈ വണ്ണം ചെയ്യുവീൻ എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പഠിപ്പിക്കുകയാണ്, നിങ്ങളും ഈ വണ്ണം ചെയ്യുവീൻ, നിങ്ങളെ ഇതുപോലെ ചെയ്യണം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കർത്താവിനെ പോലെ താഴ്മ ധരിക്കാൻ തയ്യാറാണോ എന്ന് കർത്താവ് ഇന്ന് നമ്മളോട് ചോദിക്കുക. മൂന്നാമതായിട്ട് കർത്താവിൻ്റെ താഴ്മ കാണാൻ കഴിയുന്നത് ഒരു കുറ്റവാളിയെ പോലെ കർത്താവ് മരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനുവേണ്ടി നമുക്കൊരു വചനം വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13 നമുക്ക് വായിക്കാം. गलेशियन 3 अध्याय का 13वां वचन. കർത്താവ് കുറ്റവാളിയെ പോലെ എങ്ങനെയാണ് മരിച്ചതെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. ഗലാത്യർ 3:13 ഇങ്ങനെ പറയുന്നു, തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ദൈവം നോക്കിക്കേ, ശാപമായി മാറി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മരിക്കുകയല്ലായിരുന്നു, നമ്മുടെ സകല ശാപവും പേറിക്കൊണ്ട് അവൻ മരിക്കുകയായിരുന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നുള്ള ദൈവവചനം യേശുവിൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് നാം ആകുന്ന ശപിക്കപ്പെട്ടവർക്ക് വേണ്ടി യേശു ശാപമായി മാറുകയായിരുന്നു ചെയ്തത്.
അപ്പോൾ നമ്മുടെ കർത്താവ് എത്രത്തോളം എളിമപ്പെട്ടു, എത്രത്തോളം താഴ്ത്തി തന്നെ ഈ സ്വർഗത്തിൻ്റെയും പാതാളത്തിൻ്റെയും ഭൂമിയുടെയും സകലത്തിൻ്റെയും ഉടയവനും സൃഷ്ടികർത്താവുമായ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അവിടെ പറയുകയാണ്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ശാപമായി തീർന്നത് എന്തിനു വേണ്ടിയാന്ന് താഴെ പറയുകയാണ്, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണം നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ ദൈവം ഒത്തിരി പ്രമാണങ്ങൾ ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുത്തിരുന്നു. മോശ മുഖാന്തരം അനേകം പ്രമാണങ്ങൾ ദൈവം കൊടുത്തു. എന്നാൽ പ്രമാണങ്ങൾ പാലിക്കാതിരിക്കുമ്പോൾ ശാപം ജനങ്ങളുടെ മേൽ കടന്നു വരികയാണ്. ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും തെറ്റി എന്നാണ് ന്യായപ്രമാണം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും തെറ്റി. ചേച്ചി തിരുസമ്മ, ഓ സിസ്റ്റർ, കേൾക്കുന്നില്ല? കേൾക്കുന്നില്ല? ഇല്ല സിസ്റ്ററിന്റെ കേൾക്കുന്നില്ലല്ലേ? നെറ്റ് പോയോ? വന്നു വന്നു. लिखा है यीशु हमारे लिए शाप बनकर, गलेशिया लेखन 3 अध्याय का 13वां वचन 4वां वचन हम पढ़ रहे. तो यीशु हमारे लिए शाप बन गया करके उधर लिखा है. यीशु सिर्फ हमारे लिए मरा नहीं, यीशु हमारे लिए हमारा शापों को उठा लिया. यीशु हमारा शाप उठाया. और क्या लिखा है उधर, न्याय प्रमाणത്തിന്റെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. ക്യോങ്കി ന്യായ പ്രമാണം നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ, ദൈവം തന്ന പ്രമാണമനുസരിച്ച് നമ്മൾ ജീവിക്കാതിരിക്കുമ്പോൾ, ദൈവം തന്ന വചനമനുസരിച്ച് നമ്മൾ ജീവിക്കാതിരിക്കുമ്പോൾ, യേശു दिया हुआ वचन के अनुसार जीने नहीं जी रहे तो वो सब कुछ शाप बनकर हमारा जीवन में आ जाता है. तो इसके लिए वो शापों से यीशु हमें मुक्ति देने के लिए आया है. हालेलुया. यीशु हमें शापों से बचाने के लिए आया. इसके लिए उन्होंने क्या किया, हमारा शाप उनके ऊपर ले लिया. ഹല്ലേലൂയ. നമ്മുടെ ശാപം അവൻ്റെ മേലിൽ ഏറ്റെടുത്തു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ വചനം നാം അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമുക്കൊന്നും വരില്ല എന്ന്. അതെല്ലാം ശാപമായി കണക്കിടുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് നാം മറന്നു പോകരുത്. കർത്താവിൻ്റെ വചനം നമ്മൾ ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റിയതായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നാം യേശുവിൻ്റെ വചനം അനുസരിക്കാതെ വെറുതെ വചനം വായിക്കുകയും കേൾക്കുന്നവരുമായി തീർന്നാൽ അതെല്ലാം ശാപമായിട്ട് നമ്മുടെ മേൽ വന്നുകൂടും എന്നുള്ളത് മറക്കരുത്. അപ്പോൾ യേശു എന്താ ചെയ്തത്, എങ്ങനെ താഴ്മ ധരിച്ചു, ഒരു കുറ്റവാളിയെ പോലെ മരിച്ചു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14 പറയാണ്, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തയേശുവിൽ കൂടി ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദാന വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം, ക്രിസ്തയേശുവിലുള്ളവരായി തീരണം, ക്രിസ്തയേശുവിൽ വസിക്കുന്നവരായി തീരണം, ക്രിസ്തുവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവരായി തീരണം. എന്നാൽ മാത്രമേ അബ്രഹാം തൊട്ട് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ വരികയുള്ളൂ.
അബ്രഹാം തൊട്ട് ദൈവം അബ്രഹാമിന് മാത്രമല്ല വാഗ്ദത്തം കൊടുത്ത്, അബ്രഹാം തൊട്ട് വന്ന എല്ലാ മനുഷ്യരിലൂടെ, ഏശയ്യാവിൽ കൂടി, എലിയാവിൽ കൂടി, പ്രവാചകന്മാരിൽ കൂടി, പൂർവ്വ പിതാക്കന്മാരിൽ കൂടി എന്തെല്ലാം ദൈവം സംസാരിച്ചിട്ടുണ്ടോ, कोई भी चीज परमेश्वर पूर्वी लोगों के द्वारा बताया गया है, वादा किया है, वो सभी वादा हमारे ऊपर आने के लिए हम कौन था, उधर लिखा है जाति था, जातियों को मिलने के लिए। वो खाली परमेश्वर बोला है यहूदी लोगों के लिए बोला है, इस्राएल लोगों के लिए बोला है, मगर हम यीशु में जो जीवित रहते हैं, यीशु में दूसरा जन्म लिया है, यीशु में वास कर रहे, यीशु का वचन के अनुसार हम जी रहे, इसके वजह से जो अब्राहम से लेकर जिसके द्वारा परमेश्वर दिया हुआ वादा हमें भी मिलने के लिए यीशु के द्वारा ही मिलेगा। यीशु के द्वारा मिलने के लिए भी उधर लिखा है, वो यीशु के द्वारा जातियों में आने के लिए हमें क्या करना पड़ेगा, पवित्र आत्मा पाना पड़ेगा। हालेलुया। पवित्र आत्मा पाएगा तो ही यीशु के द्वारा अब्राहम से लेकर जो कोई वादा परमेश्वर मनुष्यों के लिए दिया है, इस्राएल के लिए दिया है, यहूदी लोगों के लिए दिया है, वो जातियों में आने के लिए कारण बन जाएगा। हालेलुया। അതുകൊണ്ട് നമ്മൾ എത്രത്തോളം ആത്മീയമായി വളരണം എന്നുള്ളത് നമ്മൾ നോക്കണം। कितना हमें आत्मीय रीति से बढ़ाई पाने का है करके इधर से हमें मालूम पड़ता है। आत्मीय रीति से हम एक दिन गाना गाएगा, प्रार्थना करेगा, सुसमाचार सुनेगा, दूसरा दिन वो गाना सुना, वो प्रार्थना किया, वो वचन सुना, सब गिर जाएगा हमारे पापों के वजह से। तो हमें वादा का योग्यता मिलेगा? परमेश्वर जो वादा किया वो हमें मिलेगा? नहीं मिलेगा, क्योंकि हम वचन को अनसुनी किया है, वचन को तोड़ दिया है, वचन को हमारे जीवन से हटाया है। इसके वजह से हमें वो वादा फिर से हमें जी कर पाना पड़ेगा। हालेलुया। तो यीशु क्रिमिनल के जैसा, कुற்றवाली के जैसा, गलत किया मनुष्यों के तरह यीशु मारा गया। हालेलुया। तो यीशु ताड़ धरिച്ചത് എങ്ങനെയാ, यीशु कैसा दीन बन गया करके वो जन्म में दीन बन गया और सेवकाई में दीन बनकर एक काम करने वाले के समान काम करने लगा। अपना अवस्था को भूलकर सभी लोगों को वो क्या किया, पैर धोने के लिए भी तैयार हो गया करके उधर से हमें मालूम पड़ता है। हालेलुया। और यीशु ने कुற்றवाली के गलत किया हुआ मनुष्य के तरह मरण अपनाया। वही हिब्रूज का बुक, हिब्रूज का लेखन दूसरा अध्याय का 9वें वचन से लेकर हम पढ़ेगा तो उधर लिखा है, ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു। हालेलुया। उधर देखो, यीशु एक गलत किया हुआ, पाप किया हुआ व्यक्ति को मिलने वाला वो मरण पाया करके हम गलेशियन में पढ़ा। इधर लिखा है യേശു മരണം ആസ്വദിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്। हालेलुया। हम एक जूस एकदम लगाव रखकर पीते हैं, वैसा ही यीशु मरण को एकदम कुछ अच्छा चीज मिल रहा है ऐसा एकदम गले में लगा कर ले लिया करके उधर से लिखा है। हिंदी में जरा पढ़िए, हिब्रूज 9वें अध्याय, दूसरे अध्याय का 9वें वचन। म्यूट खोल दो।
हालेलुया। पर हम यीशु को, जो स्वर्गदूतों से कुछ ही कम किया गया था, मृत्यु का दुख उठाने के कारण महिमा और आदर का मुकुट पहने हुए देखते हैं, ताकि मृत्यु का दुख उठाया करके उधर लिखा है. മലയാളം लिखा है ആസ്വദിച്ചു എന്നാ എഴുതിയിരിക്കുന്നത്. അത് നല്ലവണ്ണം മരണം ആസ്വദിച്ചു. അതെന്തുകൊണ്ടാണെന്നറിയാമോ? महिमा मिलने के लिए. वो मरण का जो भी दुख है वो दुखे करके नहीं लेगा यीशु को, क्योंकि कारण यही है वो मरण अपनाएगा तो वो महिमा भरा और मान सम्मान के लिए योग्यता पाते हैं. हालेलुया. ये कारण परमेश्वर का पुत्र यीशु मसीह मरण को एक अच्छा चीज समझकर ले लिया है. हालेलुया. നമ്മള് മരണത്തോടടുക്കുമ്പോൾ ദുഃഖിക്കുന്നവരാണ്. എന്നാൽ യേശു മരണത്തോടടുത്തപ്പോഴല്ല ദുഃഖിച്ചത്. ഹല്ലേലൂയ. ആ പാപം ചുമന്നപ്പോൾ യേശു ദുഃഖിച്ചു. ഹല്ലേലൂയ. ആ ശാപം, നമ്മുടെ ശാപം ഏറ്റെടുത്ത് സ്വന്തം തലയിൽ വെച്ചപ്പോൾ യേശു ദുഃഖിച്ചു. ഹല്ലേലൂയ. മരിച്ചത് കൊണ്ടല്ല യേശു ദുഃഖിച്ചത്. ഹല്ലേലൂയ. മരിക്കുന്നത് കൊണ്ടല്ല യേശു ദുഃഖിച്ചത്. പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പാപിയെ പോലെ മരിച്ചപ്പോൾ, പാപികളുടെ സകല പാപവും എടുത്ത് തന്റെ മേൽ വെച്ചപ്പോൾ പിതാവ് തന്നിൽ നിന്ന് അകന്നുപോയതിൽ യേശുവിന് ദുഃഖമുണ്ടായിരുന്നു. ഹല്ലേലൂയ. പിതാവ് തന്നിൽ നിന്ന്, യേശുവിൽ നിന്ന് അകന്നുപോയി. കാരണം എന്താ? പാപിയോं से पिता संबंध नहीं रखते हैं. हालेलुया. यीशु पापियों के तरह पाप लेकर उनके ऊपर लेकर मरने का समय यीशु को पिता छोड़ दिया, तभी यीशु को दुख आ गया. हालेलुया. मगर मरण का दुख के लिए यीशु कभी नहीं रोया है, कभी दुख उठाया नहीं है. യേശുവിന് പിതാവിനോട് അകന്നു പോകുന്നതിലുള്ള ദുഃഖമായിരുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷത്തേക്ക് പിതാവേ നീ എന്നെ കൈവിട്ടതെന്തേ എന്ന് ചോദിച്ചുകൊണ്ട് യേശു നിലവിളിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, എന്നാ ആ നിലവിളി കേട്ടപ്പോൾ പിതാവിന്റെ നെഞ്ചു പൊട്ടി കാണും. ഹല്ലേലൂയ. നമ്മൾ മനുഷ്യർക്ക് വേണ്ടി പാപം ചുമന്ന തന്റെ പുത്രനെ കണ്ടുകൊണ്ട് പിതാവിന് ദുഃഖമായി കാണും. ഹല്ലേലൂയ. പിതാവ് യെശയ്യാ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ പാപം കണ്ടിട്ട് നമ്മൾ പാപത്തിന്റെ ഫലമായി ദുഃഖം അനുഭവിക്കുമ്പോൾ, നമ്മൾ കരയുമ്പോൾ പിതാവ് മുഖം തിരിച്ച് കരയുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കർത്താവ് ഒരു പാപവും ചെയ്യാത്ത യേശു തമ്പുരാൻ പിതാവേ നീ എന്നെ കൈവിട്ടതെന്തേ എന്ന് ചോദിച്ച് നിലവിളിച്ചപ്പോൾ പിതാവാം ദൈവം എത്ര ദുഃഖിച്ചു കാണുമെന്ന് നോക്കിക്കേ. സ്വന്തം പാപത്തിന് വേണ്ടിയല്ല. अपना खुद का पाप के लिए नहीं, हम मनुष्यों का पापों को ले लिया यीशु प्रभु, इसके लिए पिताവ് ने छोड़ दिया. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ പാപത്തിനു വേണ്ടി യേശു തമ്പുരാൻ മരിച്ചപ്പോഴാണ് പിതാവ് യേശുവിനെ കൈവിട്ട് കളഞ്ഞത്. ഹല്ലേലൂയ. കാരണം പിതാവ് പരിശുദ്ധനാണ്. അവൻ പാപത്തോട് അടുത്തു വരുവാൻ പിതാവിന് കഴിയുകയില്ല. അതുകൊണ്ട് തന്റെ പുത്രനായ യേശു ക്രിസ്തു പാപം ചുമന്നപ്പോൾ പിതാവ് തന്നെ കൈവിട്ടു. ഹല്ലേലൂയ. സ്തോത്രം. നോക്കിക്കേ, എത്ര ഭയാനകമായിരുന്നു യേശുവിനത് എന്നുള്ളത് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയാം. നോക്കിക്കേ, അതുമൂലം ആ ഒരു നിമിഷം പിതാവ് കൈവിട്ടു എങ്കിലോ അനേകം പുത്രന്മാരെയും പുത്രിമാരെയും ദൈവത്തിന് വേണ്ടി നേടിയെടുത്തതുകൊണ്ട് പിതാവ് എന്തുവാ യേശുവിന് കൊടുത്തത്? അവിടെ ഹിബ്രൂസിൽ എഴുതിയിരിക്കുകയാണ്, ഹിബ്രു में लिखा है महिमा और मान सम्मान
धारण किया हुआ और സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകൻ പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഹല്ലേലൂയ. उधर क्या लिखा है? अनेक व्यक्ति को पुत्र बनाया, इसके वजह से यीशु होने वाला पुत्र को मान सम्मान मिला करके उधर लिखा है. हालेलुया. क्योंकि हम हमारे बारे में चिंता करेंगे, हम परमेश्वर के लिए जीने कितना कष्ट उठाता है. कष्ट नहीं, कष्ट से बड़ा दीन कितना बनते हैं. हालेलुया. യേശു മരണത്തോളം തന്നെ താഴ്ത്തിയെന്ന്. मरण के अधीन होकर वो अपने आप को झुकाया करके बाइबल में लिखा है. മരണത്തോളം തന്നെ താഴ്ത്തി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ശാപിതനായി മരിക്കാൻ പോലും തന്നെ താഴ്ത്തി. ക്രൂശ് മരണത്തോളം തന്നെ താഴ്ത്തി എന്നാണ് ബൈബിൾ പറയുന്നത്. क्रूस मरण बोलेगा तो शाबिद लोगों को मिलने वाला, पापियों को मिलने वाला, एकदम गहरा बड़ा पाप किया हुआ व्यक्ति को मिलने वाला मरण है, क्रूस का मरण. हालेलुया. वो हमारा यीशु हम जैसा पापियों के लिए ले लिया. हालेलुया. स्तोत्र. कभी भूलना नहीं. हालेलुया. कभी वही याद कर कर हमें अपने आप को पवित्र करने का है. वही याद कर कर यीशु का मरण को ही याद कर कर हमें दीन बनना है. वही याद कर कर परमेश्वर का सेवकाई करने का है. वही मरण को याद कर कर हमें इस दुनिया में पवित्र बनकर जीना है. हालेलुया. हालेलुया. यीशु का एक ही लक्ष्य था. उधर लिखा है अनेक व्यक्ति को, अनेक पुत्र लोगों को तेजस के लिए बनाने के लिए यीशु ने ये किया है. मीन्स हमें स्वर्ग राज्य पाने का है तो हमें दीन बनना पड़ेगा. हालेलुया. यीशु जितना दीन बना है वैसा ही दीन बनकर हमें भी जिएगा तो ही, शुश्रूषा सेवकाई करेगा तो ही, प्रार्थना दीन बनकर करेगा तो ही, परमेश्वर का सुसमाचार दीन बनकर करेगा तो ही हमें जो वादा किया हुआ वो स्वर्ग राजा में मिलेगा. हालेलुया. स्तोत्रम. धन्यवाद. उसके 11 भी जरा पढ़िए. हिब्रूस 2:11. क्योंकि पवित्र करने वाला और जो पवित्र किया जाता है सब एक ही मूल से है. इसी कारण वह उन्हें भाई कहने से नहीं लजाता. हालेलुया. देखो हमें क्या बुलाया यीशु तंबरान? यीशु क्या बुलाया? भाई लोग. हालेलुया. उनका पिता का बच्चा हम बन गया तो, यीशु के द्वारा हम पिता का बच्चा बन गया तो हम यीशु का भाई बहन बन गया है. हालेलुया. तो हम तेजस में प्रवेश करने वाला व्यक्ति बन गया तो യേശു का भाई बन गया करके उधर लिखा है. യേശുവിന്റെ സഹോദരന്മാരായി തീർന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യേശുവിന് അനേകം സഹോദരന്മാരെ നേടിയെടുക്കുവാൻ വേണ്ടി യേശു സ്വയം തന്നെ നശിപ്പിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. താഴ്മ ധരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുന്നിൽ കുനിഞ്ഞു നടക്കുക, താഴ്ന്ന സ്വരത്തിൽ പറയുക, അല്ലെങ്കിൽ ഞാൻ എളിമപ്പെട്ട ഒരു ആക്ടിങ് ചെയ്യുക, ഇതൊന്നും അല്ല താഴ്മ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശു നമ്മളെ താഴ്മ പഠിച്ചത് മരണത്തിൽ കൂടിയാണ്. ഹല്ലേലൂയ. യേശു നമ്മളെ താഴ്മ പഠിപ്പിച്ചത് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയാണ്. യേശു നമ്മളെ താഴ്മ പഠിപ്പിച്ചത് തൻ്റെ മനുഷ്യാവതാരത്തിൽ താൻ ഏറ്റവും ചെറിയവനായി ജനിച്ചത് മൂലം യേശു നമ്മളെ താഴ്മ പഠിപ്പിച്ചു. हालेलुया. मत्ती का सुसमाचार में देखो 11वें अध्याय का 29 पढ़ेंगे. मत्ती का सुसमाचार 11 का 29.
ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. സൗമ്യത താഴ്മ മുജ്മേ ഹേ ഇസ്കെ ലിയേ. യേശുവിന്റെ മുഖമാത്. അവിടെ എഴുതിയിരിക്കുന്നു എൻ്റെ മുഖമായത്. എൻ്റെ മുഖം എന്തുവാ? താഴ്മയും സൗമ്യതയും. ഹല്ലേലൂയ. യേശുവിനെ പോലെ നാം ആകണം. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടന്മാരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വാ സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. പരീക്ഷന്മാരുടെ തെറ്റുകളെ കാണിച്ചുകൊണ്ട് യേശുദമ്പുരാൻ അവരെ കുറ്റം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരെ വിളിക്കുകയാണ് സർപ്പസന്തതികളെ. നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? അപ്പോൾ ദുഷ്ടന്മാരെ ദൈവം വിളിക്കുന്നത് സർപ്പസന്തതികൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവരുടെ ഹൃദയങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവ് പറയാണ്, ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ദൈവം ദുഷ്ടതയെ വെറുക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് താഴ്മയുള്ളവനാണെങ്കിലും ദുഷ്ടതയെ വെറുക്കുന്ന ദൈവമാണ് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദുഷ്ടതയെയും അശുദ്ധിയെയും തിന്മയെയും എതിർത്തുകൊണ്ട് തെറ്റ് കാണുന്നിടത്ത് ദൈവവിരുദ്ധമായുള്ള ജീവിതത്തിന് വിരുദ്ധമായ സംസാരിക്കുന്ന ഒരു സ്വഭാവം കർത്താവിലുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് പറയുന്നു, എന്നെ നോക്കി പഠിപ്പീൻ. ഹല്ലേലൂയ. താഴ്മ ധരിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ എങ്ങനെ താഴ്മയുള്ളവനായി ജീവിക്കുന്നു, ഞാൻ എങ്ങനെ സത്യത്തിന് വേണ്ടി ജീവിക്കുന്നു, അപ്രകാരം നിങ്ങൾ എന്നെ കണ്ട് പഠിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ലൂക്കോസ് സുവിശേഷം 13:31 പറയുകയാണ്, ഹെരോദാവിനെ നോക്കി കർത്താവ് പറയുന്ന വചനങ്ങളാണ്. ഹെരോദാവിനോട് ചെന്ന് പറയുവാൻ വേണ്ടി ഹെരോദാവിന്റെ ആ നാഴികയിൽ തന്നെ ചില പരീശന്മാർ അടുത്ത് വന്ന്, ഇവിടം വിട്ടു പോയിക്കൊള്ളുക, ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു. നോക്കിക്കേ, പരീശന്മാര് യേശുവിന്റെ പിന്നാലെ പിടിച്ചിരിക്കുകയാണ്. ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് നീ ഇവിടം വിട്ട് പൊയ്ക്കോ. എന്തിനായിരിക്കാം പരീശന്മാരിങ്ങനെ പറഞ്ഞത്? പരീശന്മാര് പറഞ്ഞത് അവർക്ക് യേശുവിൻ്റെ ഈ സത്യത്തിലുള്ള ജീവിതം ഇഷ്ടമല്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ ഉപദേശം അവർക്ക് ഇഷ്ടമല്ല. യേശുവിൻ്റെ വചനം സ്വീകരിക്കാൻ അവർക്ക് കഴിയുകയില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. ഹെരോദാവ് യേശുവിനെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പരീശന്മാർ പറയുകയാണ്. അതിന് യേശു എന്താ പറഞ്ഞത്? അവിടെ എഴുതിയിരിക്കുന്നു, അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയി ആ കുറുക്കനോട്, ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാളിൽ സമാപിക്കുകയും ചെയ്യും. എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു. അപ്പൊ കർത്താവ് ഹെരോദാവിനോട് പറയും, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുക. അപ്പോൾ ദൈവത്തിൻ്റെ താഴ്മ, യേശുവിൻ്റെ താഴ്മയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പറയേണ്ടവനെ സത്യത്തിനു വേണ്ടി നിലനിന്നുകൊണ്ട് കർത്താവിൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുന്നവനോട് എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഹെരോദാവിനെ വിളിക്കുന്നത് ആ കുറുക്കനോട് ചെന്ന് പറയാനാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്നും നാളെയും മറ്റന്നാളിലും ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കും, ഞാൻ പ്രസംഗിക്കും, ഞാൻ പറയും എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി എതിരായി നിൽക്കുന്നവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് കർത്താവ് പറയുകയാണ്. 4-ാമതായിട്ട് അവിടെ പറയുന്നത്, യെരൂശലേം ദേവാലയത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 2:13 പറയുകയാണ്, യെരൂശലേം ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും കണ്ടിട്ട് കർത്താവായ യേശുവിൻ്റെ കോപം ജ്വലിച്ചിട്ട് കർത്താവ് പറയുന്നത് നോക്കിക്കേ, ചെയ്യുന്നത് നോക്കിക്കേ, നമുക്കവിടെ കാണുവാൻ കഴിയും. 2:13 പറയുകയാണ്,
യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരോടും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു. മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവീൻ, എൻ്റെ പിതാവിൻ്റെ ആലയം വാണിഭശാലായി ആക്കരുത് എന്ന് പറഞ്ഞു. നോക്കിക്കേ, എത്ര ദൃഢവും ധൈര്യവുമുള്ള വചനങ്ങളാണ് കർത്താവ് തൻ്റെ പിതാവിൻ്റെ ആലയത്തിൽ നടക്കുന്ന തെറ്റുകളെ കണ്ടിട്ട് പറയുന്നത്. എന്നാൽ നോക്കിക്കേ, യേശു വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും കണ്ടിട്ട് അവരെ അനുകൂലിച്ചിരുന്നെങ്കിൽ കർത്താവ് അങ്ങനെ ചെയ്യുകയില്ലായിരുന്നു. താഴ്മയോട് നിങ്ങൾ ഇവിടുന്ന് കഴിയുമെങ്കിൽ ഒന്ന് പോയി എന്നല്ല കർത്താവ് പറഞ്ഞത്. ചമ്മട്ടി ഉണ്ടാക്കിയിട്ട് എല്ലാത്തിനെയും അടിച്ച് മാറ്റുകയായിരുന്നു ചെയ്യുന്നത്. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂകിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നോക്കിക്കേ, പൊൻവാണിഭക്കാർ വേണമെങ്കിൽ പൊൻവാണിഭക്കാരോട് പറയാമായിരുന്നു, നീ 4-5 നാണ്യം എനിക്ക് താ, നീ പെട്ടെന്ന് എനിക്ക് തന്നിട്ട് ഇത് പെയ്യെ എടുത്തോണ്ട് പൊക്കോന്ന് പറയുമായിരുന്നു. എന്നാൽ കർത്താവ് അങ്ങനെയല്ല ചെയ്തത്. കർത്താവിന് ആരുടെ നാണ്യമൊന്നും വേണ്ട. ഹല്ലേലൂയ. കർത്താവ് തെറ്റിനെ തിരുത്തുവാൻ വന്നവനാണ്. ഹല്ലേലൂയ. പാപികളെ വീണ്ടെടുക്കാൻ വന്നവനാണ്. പൊൻവാണിഭക്കാരുടെ നാണ്യത്തെ തൂയിക്കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ സ്വർണം എടുത്ത് എറിഞ്ഞു കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ അത് സ്വർണമാണ്, അത് തൂയിക്കളയരുത് എന്ന് കർത്താവ് ചിന്തിച്ചില്ല. അതുകൊണ്ട് മറിച്ചിടേണ്ടതിനെ മറിച്ചിട്ട്, അടിക്കേണ്ടതിനെ അടിച്ച്, എതിർക്കേണ്ടതിനെ എതിർത്ത് കർത്താവ് താഴ്മ ധരിച്ചുകൊണ്ട് ലോകത്തിൽ ദൈവത്തിൻ്റെ സുവിശേഷം അറിയിച്ചു എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും കർത്താവിനെ പോലെ, യേശുവിനെ പോലെ താഴ്മ ധരിക്കാം. എതിർക്കേണ്ടതിനെ എതിർത്തുകൊണ്ട്, പ്രാർത്ഥിക്കേണ്ടുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. യൂട്യൂബിൽ കൂടി സൂമിൽ കൂടി കേൾക്കുന്ന എല്ലാ മക്കളും ഈ വചനത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, താഴ്മ ധരിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് യേശുതമ്പുരാനോടടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം കേട്ട് നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കണം. നമ്മുടെ സഹോദരങ്ങളെല്ലാം ദൈവരാജ്യത്തിൽ കാണപ്പെടുവാൻ നാം ഓരോരുത്തരും മുഖാന്തരം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.